നമസ്കാരം. ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര കാലം മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. മുന്നോട്ട് പോകുന്നത് എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, ഒരു മിനിറ്റ് കണ്ണടച്ച് ഒന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് മനസ്സിൽ കാണുക. അതിനുശേഷം നമുക്ക് കാർഡ് നോക്കാം. ആദ്യത്തെ കാർഡെന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. രണ്ടാമത്തെ കാർഡെന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവ്. മൂന്നാമത്തെ കാർഡെന്ന് പറയുന്നത് ഈ യാത്ര എത്ര കാലം മുന്നോട്ട് പോകും. നാലാമത്തെ കാർഡ് ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ് കാണിക്കുന്നത്. കറണ്ട് എനർജി ഫൂളാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ കഴിവ് എന്താണ്, നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകും എന്ന് ചോദിച്ചാൽ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് റിസൾട്ട് എന്താണ്, 2 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ്. ഈ കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ യാത്രയുടെ തുടക്കത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തും നേരിടാനുള്ള ഒരു മെൻറ്റാലിറ്റി ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം റിസ്കുകൾ എടുക്കാൻ നിങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല. കാരണം ഇത് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊരു ധാരണ കുറവാണ്. എങ്കിൽ പോലും മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഇതൊരു പുതിയ തുടക്കങ്ങളെയും അപ്രതീക്ഷിതമായ ഒരു അവസരങ്ങളെയും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളുടെ സാധ്യത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഭാവനയുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി ആണ് നിങ്ങളെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുമായി വൈകാരികമായി ബന്ധപ്പെടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ സ്നേഹം, സൗന്ദര്യം, അതുപോലെ തന്നെ കലാപരമായ കഴിവ്, ഇവയോടൊക്കെ നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ, പ്രത്യേകിച്ച് കലാപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വൈകാരികമായ കാര്യങ്ങളിൽ ഇത് നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം കൊണ്ടുവരുമെന്നാണ് കാണിക്കുന്നത്. ഇനി ഇത് എത്ര കാലം മുന്നോട്ട് പോകും. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. ഇത് ചില കാര്യങ്ങളിൽ ഒരു ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് അതും വിടാൻ പറ്റില്ല, ഇതും വിടാൻ പറ്റില്ല, രണ്ടിനെയും പിടിച്ച് നിർത്തുന്നൊരവസ്ഥ. ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്ന ചോദ്യത്തിന് ഇതൊരു താൽക്കാലികമായ ഒരു അവസ്ഥയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. നിങ്ങൾക്ക് വേഗത്തിൽ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയും. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 2 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു നല്ല കാർഡാണ് വന്നിട്ടുള്ളത്. അത് ഒരു ശക്തമായ ബന്ധത്തെയോ അല്ലെങ്കിൽ ഒരു പരസ്പര സ്നേഹത്തെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, നല്ലൊരു പാർട്ട്ണറോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടാനൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു നല്ല കൂട്ടുകെട്ടോ, അല്ലെങ്കിൽ ഒരു നല്ല സൗഹൃദമോ, അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമോ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഒരു പരസ്പര ധാരണയുടെയും ഐക്യത്തിൻ്റെയും കാർഡായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ശ്രമങ്ങൾക്ക്, നിങ്ങൾ ഇത്രയും കാലം ശ്രമിക്കുന്ന ഈ 3 കാർഡുകളുടെ ശ്രമങ്ങൾക്ക് ഒരു നല്ല ഫലം നാലാമത്തെ കാർഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഈ കാർഡുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെയും
ഭാവിയെയും കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഈ 4 കാർഡുകൾ കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു സാഹസിക യാത്രയ്ക്ക് പുറപ്പെടുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ബാലൻസ് കാര്യങ്ങൾ അതായത് ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുമ്പോഴുള്ള അവസ്ഥയാണത് വരുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു നല്ലൊരു സൗഹൃദം അല്ലെങ്കിൽ നല്ലൊരു ബന്ധം അല്ലെങ്കിൽ നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു.